ഹലോ. അങ്ങനെ ഡേ 3-ൽ നമ്മൾ പോകുന്നത് സഫാരി വേൾഡിലേക്കാണ്. സഫാരി വേൾഡിലേക്ക് നമ്മൾ പോയത് ക്ലൂക്ക് എന്ന് പറഞ്ഞൊരു ആപ്പിൽ നമ്മൾ ബസ് ബുക്ക് ചെയ്തിരുന്നു. അങ്ങനെ ആ ബസ് നമ്മളെ ഒരു പോയിന്റിൽ പിക്കപ്പ് പോയിൻ്റ് ഉണ്ട്. അവിടെ നമ്മൾ ചെന്നിട്ട് ബസ്സിൽ കയറി അങ്ങനെ അവർ നമ്മളെ സഫാരി വേൾഡിലേക്ക് കൊണ്ടുപോകും. അവർ തന്നെ നമ്മളെ തിരിച്ച് അവിടുന്ന് നമ്മുടെ പിക്കപ്പ് പോയിന്റിലേക്ക് നമ്മളെ ഇറക്കുകയും ചെയ്യും. ക്ലൂക്ക് എന്ന ആപ്പ് നമുക്ക് നാട്ടിൽ നിന്ന് ബുക്ക് ചെയ്തിട്ട് പോവാം, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇപ്പോൾ സഫാരി വേൾഡിൽ നമ്മൾ തിരിച്ച് ടാക്സിയൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഭയങ്കര റഷായിട്ടുള്ള ഒരു സ്ഥലമാണ് സഫാരി വേൾഡ്. എല്ലാ ടൂറിസ്റ്റുകളും ഓൾമോസ്റ്റ് എല്ലാവരും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്പോട്ടാണ് ഈ സഫാരി വേൾഡ്. അപ്പോൾ നമുക്ക് ടാക്സിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ലൂക്കിൽ ഇങ്ങനെ ബസ് ബുക്ക് ചെയ്ത് നമ്മൾ പോകുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനെ നമ്മുടെ പോകുന്ന വണ്ടിയിൽ തന്നെ ഈ അവിടുത്തെ ആനിമൽസിനെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ ആ ബസ്സിൽ തന്നെ നമ്മളിങ്ങനെ സഫാരി വേൾഡിൻ്റെ ഒരു സ്പേസിലെ അകത്തോട്ട് കയറിയിട്ട് ഓരോ സൈഡിലും ഓരോ ആനിമൽസ്, ബേർഡ്സ്, അങ്ങനെ ഓരോരോ ഇതുണ്ടായിരുന്നു. അങ്ങനെ ടൈഗർ, ഫ്ലമിംഗോ, ലയൺ, അങ്ങനെ കുറേ ആനിമൽസിനെയൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന വണ്ടിയെ തന്നെ നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിങ്ങനെ ട്രാവൽ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സഫാരി വേൾഡിലേക്ക് കയറും. സഫാരി വേൾഡിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെയാണ്. ആ ഒരു ടൈമിൽ അവിടെ കുറേ ഷോകളുണ്ട്. അതെല്ലാം കണ്ടിട്ട് നമുക്ക് പോകാവുന്നതാണ്. ഫസ്റ്റ് ഞങ്ങൾ പോയത് ഒരു മസ്റ്റ് വാച്ചായിട്ടുള്ള ഒറാങ്കുട്ടാൻ ഷോയ്ക്കാണ് പോയത്. ഒറാങ്കുട്ടാൻ ഷോ വളരെ നല്ല രസമായിരുന്നു, നല്ല തിരക്കുമായിരുന്നു. ഫസ്റ്റ് ഷോ ആയിരുന്നു അവിടുത്തെ. 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഷോ ആയിരുന്നു അത്. അങ്ങനെ ഒറാങ്കുട്ടാൻ ഷോ കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മൾ പോയത് എലിഫൻറ്റ് ഷോയ്ക്കാണ്. എലിഫൻറ്റ് ഷോയും വളരെ നല്ലതായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. കുറേ മസ്റ്റ് വാച്ചായിട്ടുള്ള ഷോകളുണ്ട്. അതിൽ ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഒറാങ്കുട്ടാൻ ഷോയും ഡോൾഫിൻ ഷോയുമാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഓരോ ആനിമൽസിൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്ന ഒരു സെക്ഷനുണ്ട്. അത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് വേണം ഫോട്ടോ എടുക്കാനായിട്ട്. ഞങ്ങൾ പോയത് ഒറാങ്കുട്ടാൻ്റെ അടുത്തായിരുന്നു. ഒറാങ്കുട്ടാൻ്റെ അടുത്ത് നമുക്കിങ്ങനെ അതിങ്ങനെ അവർ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ പോസുകളും, കിസ് ചെയ്യാൻ പറയുമ്പോൾ കിസ് ചെയ്യും, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പറയുമ്പോൾ ഷെയ്ക്ക് ഹാൻഡ് തരും. അങ്ങനെ ഓരോരോ പോസുകളായിട്ട് നമുക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാവുന്നതായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ഡോൾഫിൻ ഷോ. ഡോൾഫിൻ ഷോ അടിപൊളിയായിരുന്നു. നമ്മൾ ഒരിക്കലും മടുക്കാത്തൊരു ഷോയാണ് ഡോൾഫിൻ ഷോ. ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അത്രയ്ക്ക് അവർ ട്രെയിൻ ചെയ്താണ് എല്ലാ പരിപാടികളും ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെ ബേർഡ് ഷോ ഉണ്ടായിരുന്നു. വേറെ കുറേ ഫിഷിൻ്റെ ഒക്കെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അക്വേറിയം ഉണ്ടായിരുന്നു. കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ ആയിട്ട് നമ്മൾ പോയത് കങ്കാരൂവിനെ കാണാനായിരുന്നു. കങ്കാരൂസ്, വലിയ കങ്കാരൂസും ഉണ്ടായിരുന്നു, കുഞ്ഞു കങ്കാരൂസും ഉണ്ടായിരുന്നു. നമ്മളെ വിസിറ്റേഴ്സിന് കുഞ്ഞു കങ്കാരൂസിൻ്റെ അടുത്തോട്ടാണ് വിടുക. വലിയ കങ്കാരൂസ് കുറച്ച് അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുഞ്ഞു കങ്കാരൂസിനെ ഇങ്ങനെ ഫീഡ് ചെയ്യാം. അങ്ങനെ കങ്കാരൂസിനെ നമുക്ക് ഫീഡ് ചെയ്യാം. അവർ തന്നെ നമുക്ക് ഫുഡ് തരും. ഇതെല്ലാം പേയ്മെൻ്റ് ഉണ്ട്. ഓരോ ആനിമൽസിനെയും ഫീഡ് ചെയ്യുന്നതിന് പല പേയ്മെൻ്റ് ഉണ്ട്. പിന്നെ അവിടെ തന്നെ ജിറാഫ്, പല ടൈപ്പിലുള്ള ബേർഡ്സ് എല്ലാം ഉണ്ടായിരുന്നു. പാരറ്റ്സ്, പല ടൈപ്പിലെ പാരറ്റ്സും എല്ലാം ഉണ്ടായിരുന്നു.